ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും കൈയടിക്കാതെ തരമില്ല. യുദ്ധം മൂലമുള്ള ഇന്ധന പ്രതിസന്ധിയും വിലക്കയറ്റവും സാധ്യതയും പിടിച്ചുകെട്ടാൻ നിർണായക ചുവടുവെപ്പും നടത്തിയിരിക്കുകയാണ് കേന്ദ്രം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം കടുക്കുകയും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടുകയും ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ മോദി സർക്കാരിന്റെ വമ്പൻ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. ഉയർന്ന അളവിൽ എത്തനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എത്തനോൾ പെട്രോളിന് ഏർപ്പെടുത്തിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. പെട്രോളിൽ 22% മുതൽ 30% വരെ എത്തനോൾ കലർത്തിയ ഇന്ധനങ്ങൾക്കാണ് ഈ വമ്പൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ബുധനാഴ്ച പുറത്തിറക്കിയതായിട്ട് പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ എണ്ണ കപ്പലുകൾ തടഞ്ഞതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്രത്തിന്റെ ഈ ഒരു അടിയന്തര ഇടപെടൽ. അമേരിക്കയുടെ ഈഗോയും ഇറാന്റെ തിരിച്ചടിയും കാരണം ലോകം കത്തുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥയും സംരക്ഷിക്കാൻ ഇന്ത്യ നടത്തുന്ന ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും യുദ്ധഭ്രാന്തത്തിനിടയിൽ മോദി സർക്കാരിന്റെ ഈ ഒരു അതിവേഗ നീക്കം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക മുതൽക്കൂട്ടാകുന്നു. പൊതുവിജ്ഞാപന പ്രകാരം പെട്രോളിൽ 22%, 25%, 27%, 30% എന്നീ ക്രമത്തിൽ എത്തനോൾ കലർത്തിയ ഇന്ധനങ്ങൾക്കാണ്, അതായത് E22, E25, E27, E30 എന്നിങ്ങനെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കി നൽകിയിരിക്കുന്നത്. വെറും അടിസ്ഥാന എക്സൈസ് ഡ്യൂട്ടി മാത്രമല്ല, ഇന്ധനങ്ങൾക്ക് മേൽ ഈടാക്കിയിരുന്ന റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്, കാർഷിക ഇൻഫ്രാസ്ട്രക്ചർ സെസ് എന്നിവയും സർക്കാർ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട്. നികുതികൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതോടെ പമ്പുകളിൽ ഉയർന്ന അളവിൽ എത്തനോൾ അടങ്ങിയ ഈ ഒരു പെട്രോളിന് വലിയ രീതിയിൽ വില കുറയാൻ കാരണമാകും. ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്കായിട്ട് വിപണിയിൽ E85 പെട്രോൾ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് സാധാരണക്കാർക്കും വണ്ടിക്കാർക്കും വലിയ ആശ്വാസമാകുന്ന ഈ പുതിയ പ്രഖ്യാപനവുമായിട്ട് പെട്രോളിയം മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 90%വും ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ മാർഗം വഴിയാണ് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തുകയും ഇതിന് തിരിച്ചടിയായിട്ട് ഇന്ധന കപ്പലുകൾ കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യം അടയ്ക്കുകയും ചെയ്തതോടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം വലിയ വെല്ലുവിളിയായിട്ട് നേരിട്ടിരുന്നു. ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ചുയർന്നതോടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യ ശേഖരമാണ് ഇന്ത്യക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിലേക്ക് കളം മാറ്റി ചവിട്ടുന്നത്. കരിമ്പിൽ നിന്നും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന എത്തനോൾ പെട്രോളുകളിൽ വൻതോതിൽ കലർത്തുന്നതിലൂടെ വിദേശ നാണ്യം സംരക്ഷിക്കാൻ മാത്രമല്ല, രാജ്യത്തെ പരിസ്ഥിതി മലിനീകരണം വൻതോതിൽ കുറയ്ക്കാനും സാധിക്കും. ഉയർന്ന അളവിൽ എത്തനോൾ അടങ്ങിയ ഇന്ധനങ്ങളുടെ ഉപഭോഗം വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് മോദി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിലെത്തുന്ന പുതിയ വാഹനങ്ങളെല്ലാം ഇത്തരം എത്തനോൾ പെട്രോളിൽ ഓടിക്കാൻ പാകത്തിനുള്ള ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളോടെയാണ് പുറത്തിറങ്ങുന്നത്. നികുതി ഇളവ് വഴി വില കുറയുന്നതോടുകൂടി സാധാരണക്കാർ ഇത്തരം ഇന്ധനങ്ങളിലേക്ക് അതിവേഗം മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്.